ഇന്ന് നമ്മോടൊപ്പമുള്ളത് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തോളമായി ആയുർവേദ ചികിത്സാരംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ബബിതകുമാരിയാണ്. കോട്ടക്കൽ ആയുർവേദശാലയുടെ കോഴിക്കോട് ബ്രാഞ്ചിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ബബിതകുമാരി ആയുർവേദ ചികിത്സാരംഗത്തെക്കുറിച്ചാണ് നമ്മളോട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല, ഒരു ജീവിത ശൈലി കൂടിയാണ് എന്ന് പറയാറുണ്ട്. അതൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ? ആയുർവേദം എന്ന് പറയുന്നത് അതിപുരാതനമായൊരു ശാസ്ത്രം തന്നെയാണ്. ഏകദേശം 5000 വർഷത്തോളം പഴക്കമുണ്ട് ആയുർവേദത്തിന്. ആയുർവേദം ഉദ്ദേശിക്കുന്നത് ആയുസ്സിൻ്റെ വേദം എന്നാണ്. പക്ഷെ ആയുർവേദം വെറും ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, അത് രോഗനിർണയം, രോഗത്തിൻ്റെ ചികിത്സയും കൂടാതെ തന്നെ സ്വസ്ഥന്മാർക്കുള്ള ഒരു സംരക്ഷണം കൂടി നൽകുന്ന ഒരു ഗ്രന്ഥമാണത്. ആരോഗ്യം എന്ന് പറയുന്നത് അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശരിയായ രീതിയിൽ വിശപ്പുണ്ടാവുക, ദാഹം ഉണ്ടാവുക, ഉറക്കം കിട്ടുക, ഉന്മേഷം ഉണ്ടാവുക, ഒരു ഊർജ്ജസ്വലത ഉണ്ടാവുക, അതൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ആയുർവേദം നിഷ്കർഷിക്കുന്നുണ്ട്. ഇത്രയും കാലം പഴക്കമുണ്ടെങ്കിലും തന്നെ ഇന്നത്തെ കാലത്ത് അത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ആയുർവേദം എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആതുരവൃത്തം എന്ന് പറയുന്നത് രോഗി ചികിത്സയാണെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് വ്യക്തമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. രോഗനിർണയവും രോഗചികിത്സയും രോഗിയെ പരിചരിക്കേണ്ട ആളുകളെ പറ്റിയും വൈദ്യനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദം ഉദ്ദേശിക്കുന്നത് സ്വസ്ഥവൃത്തമാണ്, ആതുരവൃത്തവും കൂടിയാണ്. ഈ 2 ഘടകങ്ങൾ ചേർന്നതാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ മഹാരോഗങ്ങൾ, അതുപോലെ മഹാവ്യാധികൾ, ഇപ്പോൾ നമ്മൾ കണ്ട കോവിഡ് പോലുള്ള മഹാവ്യാധികളൊക്കെ, ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് ആയുർവേദം രക്ഷാകവചം ഒരുക്കുന്നത്? ആയുർവേദം പറഞ്ഞല്ലോ കുറേ പഴക്കമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് എന്നുള്ളത്. പണ്ട് കാലത്തും നമുക്കറിയാം കോളറ, മലേറിയ, അങ്ങനെ പലവിധ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പല അസുഖങ്ങളും മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആയുർവേദം അതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. അതിന് വേണ്ടത് രസായന ചികിത്സകളാണ് ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നത്. രസായന ചികിത്സ എന്ന് പറയുന്നത് ശരീരത്തെ ഊർജ്ജസ്വലമാക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ദീർഘായുസ്. ജീവിത രീതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആഹാരം കൊണ്ടും ദിനചര്യകൾ കൊണ്ടും പിന്നെ വ്യായാമം, ഉറക്കം, അതേപോലെ പരിസര ശുചിത്വം എന്നിവയെല്ലാം രസായന ചികിത്സയാണ്. അതെല്ലാം ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏത് രീതിയിലുള്ള ആഹാരം കഴിക്കണം, എത്ര നേരം ഉറക്കം വേണം, എങ്ങനെ രീതിയിലുള്ള വ്യായാമം വേണം, പിന്നെ പരിസര ശുചിത്വം ഏത് രീതിയിൽ വേണം എന്നെല്ലാം ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ചവനപ്രാശം, അങ്ങനെ അഗസ്ത്യ രസായനം എന്നീ മരുന്നുകൾ ഓരോ അവസ്ഥ അനുസരിച്ചിട്ട് അത്തരം രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും വേണം. ഇതൊക്കെ ഈ രീതിയിൽ ആയുർവേദം ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രതിരോധശേഷി വർദ്ധിക്കുകയും നമുക്കൊരു രക്ഷാകവചമായിട്ട് തന്നെ വർത്തിക്കുകയും ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ മഴക്കാലമാണല്ലോ. ഈ മഴക്കാലത്ത് നമ്മൾ എങ്ങനെയുള്ള ജീവിത ശൈലിയാണ് പിന്തുടരേണ്ടത്? നമുക്കറിയാം കേരളത്തിൽ പ്രധാനമായിട്ട് വർഷകാലവും വേനൽക്കാലവുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ വർഷകാലത്തും വേനൽക്കാലത്തും നമ്മുടെ ശരീരബലം നല്ലവണ്ണം കുറയുന്നൊരു സമയമാണ്. അതേപോലെ വർഷകാലം എന്ന് പറയുമ്പോൾ ദോഷകോപം ഉണ്ടാകുന്ന സമയമാണ്. നമുക്ക് അഗ്നിമാന്ദ്യം എന്ന് പറയുന്നത് നമ്മളെ ദഹനശക്തി കുറയുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. അതോടനുബന്ധിച്ച് പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. ഈ വാദസംബന്ധമായ രോഗങ്ങൾ, ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ മറ്റേ പനി, ജലദോഷം, പകർച്ചവ്യാധികൾ. ഈ കാലഘട്ടത്തിലാണ് ഈച്ച, കൊതുക് എന്നിവയുടെയൊക്കെ വർധനവ് കാണുന്നത്. അതേപോലെ മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാ അഴുക്കുകളും കൂടി ഒലിച്ചു വന്ന് ഈ ജലാശയങ്ങളിലും കുളങ്ങളിലൊക്കെ അണുബാധകൾ ഉണ്ടാവാനും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് ആയുർവേദം നിഷ്കർഷിക്കുന്നുണ്ട്. ശരീരബലം കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകളും അതേപോലെ ദിനചര്യകളും നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ വാതവ്യാധി എന്ന് പറയുന്ന രോഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള കഷായങ്ങളൊക്കെ നൽകുന്നുണ്ട്.
തുടക്കം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർഷകാലത്ത് ശരീരശുദ്ധി വരുത്തുക, അതായത് ശോധനം ചെയ്യുക. ഒന്നെങ്കിൽ വയറിളക്കിയിട്ടും അല്ലെങ്കിൽ വമനം പഞ്ചകർമ്മ എന്ന് പറയുമല്ലോ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. വയറിളക്കുക അല്ലെങ്കിൽ വമനം ചെയ്യുക, അങ്ങനെ വസ്തി ചെയ്യുക എന്നൊക്കെ കണ്ടീഷൻ ഉണ്ട്. ഒന്നും വേണ്ട, പൊതുവായിട്ട് നമുക്കൊരു കൃമിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ എല്ലാവരും കഴിക്കുക, അല്ലെങ്കിൽ ആവണക്കെണ്ണ കഴിക്കുക എന്നൊക്കെ ചെയ്താൽ വർഷകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരശുദ്ധി വരുത്തും. അതിനുശേഷം ശരീരബലം കിട്ടുന്ന രീതിയിലുള്ള ആഹാര രീതികൾ കൊണ്ടുവരിക. അതിനനുസരിച്ചുള്ള ആഹാരങ്ങൾ ഈ കർക്കിടക മാസമാകുമ്പോൾ നമുക്കറിയാം, പലരും ചുക്കുമുക്കിടി കഴിക്കും, പത്തിലക്കറി കഴിക്കും, അതേപോലെ കർക്കിടക കഞ്ഞി, ഔഷധക്കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ കുറയെങ്കിലും ദേഹബലം കിട്ടും, വയറിന് നല്ല സുഖശോധന ഉണ്ടാവും, അഗ്നിദീപ്തി ഉണ്ടാവും. ഈ പനി, കഫക്കെട്ട് എന്നീ കണ്ടീഷനിലും ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ കർക്കിടക കഞ്ഞി എത്രയും ഉത്തമമാണ്. പത്തിലക്കറി എന്ന് പറയുമ്പോൾ 10 ഇലകൾ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന കറി തന്നെയാണ്. അതും ഈ ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ചുക്കുമുക്കുടി എന്ന് പറയുന്നതും അതേപോലെ വയറിൻ്റെ ദഹനശക്തിയൊക്കെ കൂട്ടുന്ന ആഹാര രീതികളാണ്. ആഹാരത്തെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരിസരത്തിൻ്റെ കാര്യവും. പരിസര ശുചിത്വം എന്തായാലും വേണം. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം എന്നാണ് പറയുക. ഓടകളും ജലാശയങ്ങളും എല്ലാം വൃത്തിയാക്കണം. മഴ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ വെള്ളം ഈ കുളത്തിൽ പോയി കുളിക്കുന്ന ശീലമൊക്കെ ഉണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും. അതൊക്കെ അസുഖ കാരണമാവുകയും ചെയ്യുള്ളൂ. ചില അന്തരീക്ഷത്തിലുള്ള മലിനമായ അണുക്കൾ എല്ലാം ഈ കുളങ്ങളും ജലാശയങ്ങളിലൊക്കെയാണ് എത്തിച്ചേരുക. അത് രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതേപോലെ അന്തരീക്ഷത്തിൽ പുകയ്ക്കുന്നത്, അത് ഈ നാൻമുഖപ്പുല്ല്, വയമ്പ്, കുന്തിരിക്കം അതൊക്കെ ചേർത്തിട്ട് ഈ ഈർപ്പം നിൽക്കുന്ന മുറികളൊക്കെ പുകയ്ക്കുന്നത് ഈ രോഗനാശകമായിട്ട് തീരും. നമ്മൾ കോട്ടയ്ക്കൽ ആയുർവേദശാലയ്ക്ക് തന്നെ ഉണ്ട് അപരാജിത ധൂമചൂർണം എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ കിട്ടുന്നുണ്ട്. അത് പുകയ്ക്കുകയാണെങ്കിലും ഇതേപോലെ രോഗനാശകമായിട്ട് തീരും. പിന്നെ പനി, ജലദോഷം എന്നീ അവസ്ഥയിലൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തുളസി, കുരുമുളക് കഷായം, ചുക്ക് കാപ്പി. ഇതെല്ലാം വീട്ടിൽ തന്നെ നമ്മുടെ ആഹാരം തന്നെ ഒരു ഔഷധമായി തീരുന്ന ഒരു അവസ്ഥയാണ് ആയുർവേദമായിട്ടുള്ളൊരു ബന്ധം ഇരിക്കുന്നത്. ഡോക്ടർ, ഈ ആഹാരമാണ് ഔഷധം എന്നാണല്ലോ പ്രമാണം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? എങ്ങനെയുള്ള ഭക്ഷണ രീതിയെയാണ് പിന്തുടരേണ്ടത്? ആയുർവേദത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഓരോ കാലത്തും ഏതേത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ളത്. ഈ മഴക്കാലത്ത് എന്ത് കഴിക്കണം, ഉഷ്ണകാലത്ത് ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. മഴക്കാലത്താണെങ്കിൽ എപ്പോഴും തിളപ്പിച്ച വെള്ളം, ചൂടുള്ള വെള്ളം ഉപയോഗിക്കണം. ഉഷ്ണമായിട്ടുള്ള ആഹാരം ലഘുവായിരിക്കണം. എന്നുവെച്ചാൽ മാംസാഹാരം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൊഴുപ്പ് കുറഞ്ഞ മാംസാഹാരങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. അതേപോലെ പഴകിയ ഗോതമ്പ്, നവരേരി എന്നൊക്കെ വെച്ചിട്ടും അതേപോലെ പച്ചക്കറികൾ കഴിക്കാം. എരിവും ഉപ്പുമൊക്കെ കുറച്ചിട്ട് അധികം മെഴുക്കില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ ചുക്ക്, ജീരകം, അയമോദകം ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് എപ്പോഴും കുടിക്കേണ്ടത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ കർക്കിടക കഞ്ഞി, അതേപോലെ പത്തിലക്കറി അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. മോര് കാച്ചി കുടിക്കുന്നത് വയറിളക്കമൊക്കെ വരാൻ മിക്കവാറും സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ കാച്ചിയ മോര്, ഉറുമാമ്പഴത്തോടിട്ടുള്ള കാച്ചിയ മോരൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കോവിഡ് കാലത്ത് ഇപ്പം ഒരു മരുന്ന് ഇറക്കിയിട്ടുണ്ട്, ആയുഷ്വാദ ചൂർണം എന്ന് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഗുണം കാണുന്നതാണ്. അതിൽ തുളസിയും പട്ടയും ചുക്കും കുരുമുളകും ചേർത്തിട്ടുള്ളതാണ്. അത് കോവിഡ് വരാതിരിക്കാനും വന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് കാണുന്നതാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മരുന്നായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ രോഗം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ഉണ്ടാക്കേണ്ടതെന്ന് ആയുർവേദം നിഷ്കർഷിച്ചിട്ടുണ്ടോ? അത് ആയുർവേദത്തിൽ പറഞ്ഞല്ലോ, രസായന ചികിത്സ എന്നുള്ളത് ഞാൻ മുൻ പറഞ്ഞിരുന്നല്ലോ, ഏത് രീതിയിൽ വേണം എന്നുള്ളത്. ഒരു ചിട്ടയായ ജീവിത ശൈലിയിൽ തന്നെ പോകണം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയാണ്. ആഹാരമായാലും ഉറക്കമായാലും വ്യായാമമായാലും ഒന്നും കൃത്യമായിട്ടില്ല. അതെല്ലാം ഇടുമ്പോഴാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പം നമ്മൾ ആഹാരം കഴിക്കുന്നത് എപ്പോഴും ഒരു കൃത്യസമയത്തായിരിക്കണം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയാണെങ്കിൽ നേരത്തെ കഴിക്കുക. ഒരു 4 മണിക്കൂർ ഇടവിട്ടിട്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ
ശ്രദ്ധിക്കണം. അതേപോലെ ഉറക്കം എന്ന് പറയുന്നത് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ ശീലിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് പോയി കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ആ ഉറക്കം ആ ഒരു രാത്രി സമയങ്ങളിൽ തന്നെ കൃത്യമായി കിട്ടാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വ്യായാമവും അത് കൃത്യമായിട്ട് ചെയ്യണം. ഓരോ കാലഘട്ടത്തിലും ഈ ഉഷ്ണകാലത്തൊക്കെ ആണെങ്കിൽ വ്യായാമം അധികം ചെയ്യരുത് എന്നാണ് പറയുക. അതേപോലെ മഴക്കാലത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അധികമായ വ്യായാമം പാടില്ല. എന്ന് വെച്ചാൽ ശരീരബലം കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് വ്യായാമം ഒരു മിതമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വേറെ ഒന്ന് പ്രധാനമാണ് വേഗധാരണം എന്ന് പറയുന്നത്. വേഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മൂത്രം, മലം, തുമ്മൽ, ഉറക്കം അങ്ങനെ 13 തരം വേഗങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും തടഞ്ഞു നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് തടഞ്ഞു നിർത്തുമ്പം തന്നെ നമുക്ക് പല രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേറെ എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നതാണ് ത്രിസ്തൂണങ്ങൾ എന്ന് പറയുന്നത്. 3 തൂണുകളാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. ആഹാരം, നിദ്ര, അബ്രഹ്മചര്യം. ശരിയായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ, സെക്ഷൽ ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണ് അബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ പോയാൽ തന്നെയാണ് നമുക്ക് ആരോഗ്യം പ്രധാനമായി കിട്ടുള്ളൂ. ലോകത്തിന് ഭാരതം സംഭാവന ചെയ്ത ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം. ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലക്ക് എന്താണ് ഡോക്ടർക്ക് നൽകാനുള്ള സന്ദേശം? രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മൾ ആയുർവേദ രീതിയ ചിട്ടയോടുകൂടിയുള്ള ജീവിതം ശീലിക്കുകയാണെങ്കിൽ ആ രീതിയിൽ പോവുകയാണ് ഏറ്റവും ഉത്തമം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാട്ടും നല്ലത് രോഗം വരാതെ. അത് തന്നെയാണ് ആയുർവേദം പറയുന്നത്. സ്വസ്ഥനാവുക, അതായത് ശാരീരികവും മാനസികവുമായ ഫലം നമ്മൾ ആരോഗ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടർ, ഈ മറ്റ് ചികിത്സാ രീതികളുണ്ട്, അലോപ്പതി, ഹോമിയോപ്പതി, അങ്ങനെയുള്ള മറ്റ് ചികിത്സാ രീതികൾ. ആ ചികിത്സാ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ആയുർവേദം. ഇപ്പോൾ ഡോക്ടറോട് സൂചിപ്പിക്കേണ്ട 5000 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്, ചികിത്സാ രീതിയാണ് ആയുർവേദം. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ആയുർവേദത്തിന് മറ്റുള്ള ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്ത് മേന്മയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ആയുർവേദം പറഞ്ഞ പോലെ എത്രയും പഴക്കമുള്ളത് തന്നെയാണ്. കൂടാതെ ഈ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചിട്ടാണ് ആയുർവേദം ചികിത്സിക്കുന്നത്. ജഗത്യേവ അനൗഷധം എന്നാണ് പറയുന്നത്. ജഗത്തിൽ ഔഷധമല്ലാത്ത മറ്റൊന്നുമില്ല. എല്ലതും ഔഷധമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെയുള്ള സസ്യലതാദികളായാലും ഏത് വിഭവങ്ങളായാലും അത് ഓരോ അവസ്ഥ അനുസരിച്ചിട്ട് ഔഷധമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് മറ്റ് ചികിത്സാശാസ്ത്രങ്ങളിൽ നിന്നും ആയുർവേദത്തിനുള്ള പ്രത്യേകത. കൂടാതെ രോഗത്തെ മാത്രമല്ല ഇവിടെ ചികിത്സിക്കുന്നത്, രോഗിയെയും കൂടിയാണ് ചികിത്സ നിർദ്ദേശിക്കുന്നത്. ശരീരം മൊത്തം ആ ഒരു കൺസെപ്റ്റിലാണ് രോഗത്തെയും രോഗിയെയും കൂടി കണക്കാക്കിയിട്ടാണ് ചികിത്സ നിർദ്ദേശിക്കുന്നത്. അതേപോലെ രോഗം വരാതെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പൂർവ്വസ്ഥിതിയിലാവും എന്നുള്ളതും ആയുർവേദം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ആയുർവേദം ഒരു സമ്പൂർണ്ണ ജീവിത രീതിയാണെന്ന് ഡോക്ടറുടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ അനുശാസിക്കുന്ന ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് രോഗങ്ങളിൽ നിന്ന് വിമുക്തരായി ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന് ഇവിടെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഈ വിലപ്പെട്ട അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ച കോട്ടക്കൽ ആയുർവേദശാലയിലെ കോഴിക്കോട് ബ്രാഞ്ചിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിത കുമാരിക്ക് നമസ്കാരം.